ജിൻഡോ ഈ സിനിമയിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് അപ്പൊ ജോജു ജോർജ് ജിൻഡോയോട് പറയുന്നത്. അപ്പൊ ജിൻഡോ ഭയങ്കര സന്തോഷത്തിലായിട്ടുണ്ട്, അടുത്ത സിനിമയിൽ എന്നെ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ജുനൈസും സാഗറും കൂടെയാണ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയിട്ട് അവര് ജസ്റ്റ് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും പേടിയായി എന്ന് പറഞ്ഞു. ആയിട്ട് ഇവിടെ വന്ന് കുറച്ചേരം നിന്നപ്പോൾ ഓക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. 60ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തോറ്റുപോയ ആളായിരുന്നു സാഗർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് പോയപ്പോൾ തന്നെ എനിക്ക് ജോജാന്റെ കോള് വന്നായിരുന്നു, അങ്ങനെ ഈ സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ സാഗറും അതുപോലെ തന്നെ ജുനൈസും പറഞ്ഞു. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞു. അതിനുശേഷമാണ് ജോജു ജോർജ് എൻ്റർ ആയത്. അത് കഴിഞ്ഞിട്ട് ജിൻഡോനെ ഓൾറെഡി അറിയാവുന്നതാണെന്ന് പുള്ളി പറയുകയുണ്ടായി. ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ജിൻഡോ അന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജിൻഡോ ചോദിക്കാറുണ്ട് എന്തെങ്കിലും സിനിമയിൽ അവസരം ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ജോജു. അത് കഴിഞ്ഞിട്ട് പണി എന്ന് പറയുന്ന സിനിമ ബിഗ് ബോസിൽ വെച്ചപ്പോൾ ഇവരെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഇവരുടെ ഓരോന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഇവരെ കണ്ടുകൊണ്ട് തന്നെ ഇവർ ഓരോ പണികൾ കൊടുക്കുമായിരുന്നല്ലോ, അതിൽ ഒരാൾക്ക് പണി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലും ഞാൻ ഒരാൾക്ക് പണി കൊടുക്കുന്നു, തിരിച്ചു പണി കിട്ടുന്നു. ഇതൊക്കെ തന്നെയാണ് സിനിമ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയും അപ്പോൾ ഇതിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ജിൻഡോ ആ സമയത്ത് ബിഗ് ബോസിലായി പോയി എന്ന് അത് കഴിഞ്ഞിട്ട് ജോജു ജോർജ് പറയാണ്. അപ്പോഴാണ് ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നത്. അതുപോലെ ജിൻഡോ സർവൈവ് ചെയ്ത് തന്നെ ഇവിടെ വന്ന ഒരാളാണെന്ന് എനിക്കറിയാമെന്ന് ജോജു ജോർജ് പറയുകയുണ്ടായി. പുള്ളി എന്തോ അവാർഡ് മേടിക്കാൻ എന്തോ പോയിപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്രെയിനർ ആണെന്ന് പറയണട്ടോ എന്നൊക്കെ പുറകിൽ നിന്ന് പറയുകയൊക്കെ ചെയ്തു എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അന്ന് എനിക്കപ്പോൾ ദേഷ്യം തോന്നിയായിരുന്നു, ആരടാ ഇത്, ഒന്നാമത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കും, അപ്പൊ ഇങ്ങനെ പുറകിൽ എന്നോട് പറയണേ ആരാന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു എന്നൊക്കെ പറയും. ജിൻഡോ ആയിരുന്നു. അപ്പൊ ഇതിലപ്പോൾ ജിൻഡോനെ കണ്ടപ്പോൾ എനിക്ക് വലിയ നെറ്റിലൊന്നും ഉണ്ടായില്ല. എങ്ങനെയായാലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ജിൻഡോ എന്നുള്ള രീതിയിൽ അപ്പൊ ജോജു ജോർജ് പറഞ്ഞു ജിൻഡോയിനെ പറ്റി. പിന്നെ സിനിമയിലെ നായിക എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതൊക്കെയാണ് ലൈവിൽ നടന്നിട്ടുള്ളത്.